ഏവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നെതന്യാഹു മറ്റൊരു പുലിവാൽ കൂടി പിടിച്ചിരിക്കുകയാണ്. ജനുവരി 20 ട്രംപ് അധികാരത്തിലേറുകയാണ്. അതിനു മുൻപായി ഈ ഗസയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ബന്ദികളെ തിരിച്ചു വാങ്ങുകയും ചെയ്യണമെന്ന് ട്രംപ് നെതന്യാഹുവിനോട് കൽപ്പിച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ ഈ ആവശ്യത്തെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ സെനറ്ററായ ലിൻസേ ഗ്രഹാമാണ്. അദ്ദേഹം പറയുന്നത് ട്രംപിന് ഇനി ഇസ്രായേലിനെ സഹായിക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ അമേരിക്കയ്ക്കെതിരായി പ്രതിഷേധങ്ങൾ വർദ്ധിക്കുകയാണ് ഈ ഇസ്രായേലിനെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ. ബൈഡൻ ഭരണകൂടം ഏറ്റവും അധികം പ്രതിഷേധം നേരിട്ട ഒരു പ്രശ്നവും ഇതുതന്നെയാണ്. അത് ട്രംപ് പിന്തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം ബന്ദികളെ തിരിച്ചു വാങ്ങി യുദ്ധം അവസാനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഗസയ്ക്ക് പലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അമേരിക്കയ്ക്ക് ഇനി ഇസ്രായേലിനെ പിന്താങ്ങാൻ വയ്യ, അത്തരം അവസ്ഥയിലാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിഷയം. ഇപ്പോഴതല്ല, അധികാരമില്ലെങ്കിൽ നെതന്യാഹു എന്നത് വെറും ഒരു വ്യക്തി മാത്രമാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. ഈ നെതന്യാഹുവിനെതിരായി അനേകം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. യുദ്ധക്കുറ്റവാളിയായ നെതന്യാഹു വിചാരണ നേരിടണമെന്ന് ഇൻ്റർനാഷണൽ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടപ്പോൾ അമേരിക്കയും ഇസ്രായേലുമൊക്കെ ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. ആ നിലപാടിൽ നിന്നും നേരെ വിപരീതമായാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. നെതന്യാഹു വിചാരണ നേരിടണമെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെയുമല്ല, ഈ ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരായി ഒരുപാട് അഴിമതി കേസുകളുണ്ട്. ഈ അഴിമതി കേസുകളെല്ലാം നെതന്യാഹുവിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിന് അയാൾ വിചാരണ നേരിട്ടേ പറ്റൂ. സ്വന്തം രാജ്യത്തുള്ള കേസുകളാണ്. ഈ ഇസ്രായേലിലും അഴിമതി ഉണ്ടെന്നുള്ള കാര്യം നമുക്കൊക്കെ അത്ഭുതമാണ്. കാരണം നമ്മളോർത്ത് ഇന്ത്യയിലെയും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ദരിദ്ര രാഷ്ട്രങ്ങളിലേ ഉള്ളൂ ഈ അഴിമതിയും ഈ ഭരണാധികാരികൾ കൊള്ളയടിക്കുന്നതൊക്കെ ഓർത്ത്. സത്യത്തെ എല്ലായിടത്തും ഉണ്ട്. ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. ഇതിന് അമേരിക്കയിൽ ഇതൊക്കെ പുറത്തു വരാത്തതുകൊണ്ടാണ് നമ്മൾ അറിയാതിരിക്കുന്നത്. എല്ലാം കള്ളന്മാർ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം ഒരു തൊഴിലാണെന്നേ ഉള്ളൂ. കാരണം രാഷ്ട്രീയക്കാരൻ പണിക്ക് പോകുന്നില്ലല്ലോ. പക്ഷേ എന്നിട്ടും കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം വളരെ ചെറിയ ശമ്പളമുള്ളൂ. പക്ഷേ അത് പുള്ളിയുടെ സ്റ്റാഫിന് കൊടുക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊന്നും തികയുന്നില്ല. എന്നിട്ടും പിന്നെയും കോടികളാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്നത്. ഇത് എവിടെ നിന്നാണെന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ അഴിമതി നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലും അമേരിക്കയും അല്ല യൂറോപ്യൻ രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ അഴിമതിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെയൊക്കെ വലിയതായിട്ട് ശിക്ഷിക്കും. ആര് ശിക്ഷിക്കാൻ, എന്ത് ശിക്ഷിക്കാൻ? ചുമ്മാ മുഴുവൻ കള്ളം പറയുന്നവന്മാർ എല്ലാവരും കട്ടും പൊട്ടിച്ച് തന്നെ കാശുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നെതന്യാഹുവിനിപ്പോൾ വിചാരണ നേരിടേണ്ട അവസ്ഥയാണ്. എല്ലാ അഴിമതി കേസാണ്, സ്വജനപക്ഷപാതം, അതുപോലെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്തത്, നിരപരാധികളായ പലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്തത്, ഇങ്ങനെ ഒരുപാട് പ്രശ്നം ഈ നെതന്യാഹുവിൻ്റെ പേരിൽ കിടപ്പുണ്ട്. ഈ നെതന്യാഹുവിനെ സംരക്ഷിച്ചിരുന്നാൽ അമേരിക്ക ലോകത്തിൻ്റെ മുന്നിൽ നാണം കെടുമെന്ന് ട്രംപിന് ഏതാണ്ടൊക്കെ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി താൻ വേണ്ട, താൻ പുറത്തു പോവുകയോ തന്നെ ആരെങ്കിലും പിടിക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എത്രയും വേഗം ബന്ദികളെ തിരിച്ചു വാങ്ങി യുദ്ധം അവസാനിപ്പിച്ച് പലസ്തീൻ സ്വതന്ത്രമാക്കി കൊടുക്കുന്നതാണ് ട്രംപ് അഭിപ്രായപ്പെടുന്നത്. ഈ ട്രംപിനെ സംബന്ധിച്ച് പുള്ളി ഇച്ചിരി ചാനൽ പോയ പാർട്ടിയാണല്ലോ. പുള്ളി പറയുന്നത് എല്ലാം മിക്കവാറൊക്കെ പുള്ളി ചെയ്യും. പുള്ളി ആദ്യം വന്ന് കയറി പറഞ്ഞാൽ മെക്സിക്കോടെ ഇത് മതിൽ അടയ്ക്കും, അങ്ങോട്ട് ആരെയും കടത്തുകയില്ല എന്നൊക്കെയാണ്, മതിൽ കെട്ടുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. കാരണം മറ്റാരെയും കേട്ടില്ല, നമ്മൾ മതി, അമേരിക്കക്കാർ മതി, ആ ഒരു ചിന്താഗതിയുള്ള ആളാണ് ഈ ട്രംപ്. രാരഭ്രാന്തനാ സത്യം പറഞ്ഞാൽ. പുള്ളിയുടെ എല്ലാ രീതിയിലും ഒരു പ്രസിഡൻറ്റിനെ യോജിക്കാത്ത രീതിയിലുള്ള, അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മാന്യം, ലോകത്തിലെ ഏറ്റവും 1-ാം നമ്പർ പേഴ്സണായിട്ടൊക്കെ വിലയിരുത്തുന്നതാണ്. പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല. പുള്ളി ഈ 4-ാം തരം പരിപാടികളെല്ലാം കാണിക്കുന്നത്, ഡാൻസ് കളിക്കുക, ഒരുമാതിരി ഗോഷ്ഠി കാണിക്കുക, ഈ സൈസ് കലാപരിപാടികളെല്ലാം ഈ ട്രംപിൻ്റെ കയ്യിലുണ്ട്. അതിനിപ്പോൾ പറയുന്നതല്ല, കുറച്ച് കഴിയുമ്പോൾ പറയുന്നത്. ഇപ്പം സംഭവം അയാൾ പറഞ്ഞിട്ടുണ്ട്, ഈ ബന്ദികളെ തിരിച്ച് മേടിക്കണം, ഗസ സ്വതന്ത്രമാക്കണം, അവർക്ക് പലസ്തീന് രാജ്യം കൊടുക്കണം എന്നൊക്കെ അയാൾ പറഞ്ഞു. പക്ഷേ നാളെ അയാൾ ചിലപ്പോൾ മാറാൻ വേണമെന്നില്ല. ഇയാളെ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ ഇത് പ്രശ്നമാകുന്നത് നെതന്യാഹുവിനാണ്. നെതന്യാഹു ഇതനുസരിച്ച് കഴിഞ്ഞാൽ അയാൾ നാണം കെടുകയും ഈ ഇസ്രായേലിലുള്ള സെനറ്റിലുള്ള അവരെല്ലാം കൂടെ ഇയാളെ തല്ലിക്കൊല്ലും. കാരണം ഇപ്പം തന്നെ ലെബനോനുമായി തോറ്റു നാണം കെട്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഇസ്രായേൽ മീഡിയകൾ വഴി ഇസ്രായേൽ വിജയിച്ചു എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഈ ജഗതിയുടെ ഒരു കോമഡി ഉണ്ടല്ലോ,
വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ഒരു കോമഡി വൈറലാണ്. അതുപോലെയാണ് ഇപ്പോൾ ഈ നെതന്യാഹു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാണ്, യുദ്ധം ഞങ്ങളാണ് ജയിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുകയാണ്. അതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്? എല്ലാവർക്കും അറിയാൻ കാര്യങ്ങൾ. ഹിസ്ബുള്ള നേരെ ഇസ്രായേലിലേക്ക് പോയി IS-നെ അൽ-ഖായിദയും ഇസ്രായേലി തീവ്രവാദികളെല്ലാം റഷ്യയും ഇറാനും എല്ലാം ആയിട്ട് കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 224 പേരെയാണ് ഇന്നലെ രാത്രിയായിട്ട് തട്ടിയത്. ഒരുപാട് മാത്രമേ പരിക്കുമുണ്ട്. ഞാൻ രാവിലെ ഒരു വാർത്ത വിട്ടിരുന്നല്ലോ. എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ്, നിരത്തി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെന്നേരം ലോക തോൽവിയാണ്, എവിടെ പോയാലും തോൽവി തന്നെയാണ്. എന്നിട്ടും നടന്നങ്ങ് യുദ്ധം ചെയ്യുകയാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ ട്രംപിൻ്റെ ഓർഡറോടെ വന്നിരിക്കുകയാണ്, എത്രയും വേഗം യുദ്ധം നിർത്തിക്കൊള്ളാൻ. അതിലും രസകരമായ വേറെ സംഗതിയുണ്ട്. ഈ നെതന്യാഹുവും സംഘവും, അതായത് മന്ത്രിസഭയിലുള്ള ആൾക്കാരും എല്ലാം കൂടി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത് ഈ ഗസയിലുള്ള ആൾക്കാരെ മുഴുവൻ തുരത്തി ഓടിക്കുക. അതിനാണല്ലോ അവർ നിരന്തരമായിട്ട് ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരത്തി അവിടെ അവർ നിരപ്പാക്കി ഏതാണ്ട് ഗ്രൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ. ഇനി ആ വേസ്റ്റ് എല്ലാം കൂടെ തൂത്തുവാരി കളഞ്ഞാൽ മതി. അപ്പോൾ അവിടെ ഇനി പുതിയ ഇൻ്റർനാഷണൽ ഹോട്ടലുകൾ, കാസിനോകൾ, വേശ്യാലയങ്ങൾ, നീന്തൽക്കുളങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കുക, എന്നിട്ടത് ഇസ്രായേലിൻ്റെ അണ്ടറിലാക്കുക എന്നൊക്കെ വലിയ സ്വപ്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് അമേരിക്ക ഇതുപോലെ സ്വപ്നം കണ്ടതാ. ഈ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ പോയിട്ട് ഇറാഖിൽ നിന്ന് എണ്ണ മുഴുവൻ കടത്തിക്കൊണ്ട് പോകാം, അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത് നമുക്ക് അവിടെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മിഡിൽ ഈസ്റ്റ് ഇതിവിടെ ഈ പശ്ചിമേഷ്യയിലേക്ക് നമുക്ക് ഒരു താവളമായി, എല്ലാവരും കൺട്രോൾ ചെയ്യാനുള്ള ഒരു താവളമായി എന്നൊക്കെ കണക്കൂട്ടിയാണ്. ഇതെല്ലാം തീർന്നില്ല. ഇത് ആരുമായിട്ടാണ് മുട്ടുന്നത്? യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചിരിക്കുന്ന ജീവിക്കുന്ന കുറേ ആൾക്കാരുമായിട്ടാണ് ഈ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇങ്ങനെ കുറേ യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമേ അവർ ജീവിക്കുന്നത് തന്നെ. യുദ്ധമില്ലെങ്കിൽ അവർ മരിച്ചു പോകും. നമ്മൾ ഈ മീനെയൊക്കെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് കരക്കിട്ട് കഴിഞ്ഞാൽ ചത്തുപോലെ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും യുദ്ധമില്ല, ജീവിക്കാറ്. അതുകൊണ്ടാണ് ഒരിടത്ത് യുദ്ധം കഴിയുമ്പോൾ അടുത്ത ദിവസം വേറൊത്തോട്ട് പോകും. നമ്മൾ ബംഗാളികളെ പണിക്കൊണ്ട് പോകുന്ന പോലെ ഇന്നത്തെ പണി കഴിയുമ്പോൾ വേറൊരിടത്ത് അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. ശമ്പളമല്ലേ, എന്തൊരു കഷ്ടമെന്നാലോചിക്കണം. ഒരു യുദ്ധമാണ് ഇത്. കേൾക്കുമ്പോൾ ചിരി വരും, പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ യുദ്ധവും ദുഃഖവും കണ്ണീരും ചോരയും മരണമൊക്കെയാണ്. പക്ഷേ ഈ മാതിരി സംഗതി കാണുമ്പോൾ നമുക്ക് പറയണ്ടേ? അത് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഈ ബലം പിടിച്ച് കാണേണ്ട സംഭവമൊന്നുമല്ല വാർത്തകളെന്ന് പറഞ്ഞാൽ. കാരണം വാർത്തകൾ എന്നും പുതിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് ഈ മസിൽ പിടിച്ചതൊക്കെ കാണുന്നേ. എൻ്റെ ഒരു പോളിസി അത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മളിവിടെ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ആൾക്കാർ ഈ സൈസ് വാർത്ത കേട്ട് കണ്ണീര് ഒലിപ്പിച്ച് പിന്നെ അവർ ഹൃദയം പൊട്ടി മരിച്ചിട്ട് വേണം എൻ്റെ പേര് പഴി വരാൻ. വേറെ പണിയൊന്നുമില്ല. ഞാൻ നിങ്ങളെ ജസ്റ്റ് വാർത്ത അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് ഞാൻ അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ ഗസയിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. യുദ്ധം അവസാനിക്കാൻ സാധ്യത വളരെ കൂടുതൽ കാണുന്നുണ്ട്. കാരണം അടുത്തടുത്ത് തുടങ്ങി വെച്ചല്ലോ ഒരു പ്രൊജക്റ്റ്. ഇവിടെ അവസാനിപ്പിച്ച് കഴിയുമ്പോൾ അടുത്തടുത്ത് വേറൊരു പ്രൊജക്റ്റ് തുടങ്ങുക ഇസ്രായേൽ. അവരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരുടെ തൊഴിലാളികളുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ഈ IS-കാരും അൽ-ഖായിദൊക്കെ അവരുടെ തൊഴിലാളികളാണ്. അവർക്ക് പണി കൊടുക്കണം. ബംഗാളികളല്ലേ, പണി കൊടുക്കണം. അപ്പം അടുത്ത പണിക്ക് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടം കഴിഞ്ഞാൽ അവർ അടുത്ത നേരെ സ്ഥലത്തേക്ക് പോകും. ഇനി അഥവാ ഇനി രക്ഷയില്ല, സിറിയയിൽ പോയി യുദ്ധം ചെയ്തിട്ട് രക്ഷയില്ല അവിടെ, കാരണം അവിടെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവരെന്ത് ചെയ്യും? മറ്റേതെങ്കിലും സ്ഥലത്തോട്ട് വിടും. അത് ചിലപ്പോൾ ഇനി സൗദി അറേബ്യയിലേക്കായിരിക്കും വരുന്നത്. നമ്മൾ ഈ കിണർ കുഴിക്കാൻ ശ്രമിക്കത്തില്ല എന്ന് പറയുന്നത് വെള്ളം ഉള്ളവിടെ നോക്കിയിട്ട് പോകുന്ന പോലെ യുദ്ധസാധ്യത ഉള്ളിടത്തെല്ലാം പോവുകയാണ്. ഈ റഷ്യയോടോ ഇറാനോടൊന്നും മുട്ടാൻ പോകത്തില്ല. അത് വാചകം മാത്രമേ ഉള്ളൂ, മുട്ടുകയില്ല, പേടിയാ. ഒരു പ്രാവശ്യം കണ്ടില്ലേ ഇസ്രായേൽ ഒറ്റയടി അടിച്ചേ ഉള്ളൂ. അതോടെ ഞങ്ങൾ യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ച് സ്ഥലം വിടുകയാണ് അവന്മാർ ചെയ്തത്. ഈ ഇറാനാണെങ്കിൽ ഒരു ചാൻസ് നോക്കിക്കുക, അവിടെ ഉമ്മാരൊന്ന് ഒന്ന് തോണ്ടി കിട്ടിയാൽ മതി അടിക്കാൻ വേണ്ടി. അതിനായവർ കുറേ നാളായിട്ട് പറഞ്ഞത് ഇത് ഈ ട്രൂ പ്രോമിസ് 3 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിക്കാൻ സമയം കിട്ടണ്ടേ? ഒരു കാരണം വേണ്ടേ? ഈ നമ്മളെപ്പോലുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ ഒരു ന്യായമാണ് അടിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി അത് ഇറാൻ കാത്തിരിക്കുക, അങ്ങനത്തെ ഒരു അവസരം കിട്ടാൻ വേണ്ടി. അതാണ് അവരടിക്കാത്തത്. അല്ലാതെ അവർ പേടിച്ചിട്ട് നിൽക്കുന്നൊന്നുമല്ല, അവർ അവസരം കാത്തിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവരടിക്കും. അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഉണ്ടാവും, അടിയുണ്ടാവും. കാരണം അവർക്ക് വലിപ്പ് കിടപ്പുണ്ടല്ലോ ഒരുപാട്. ഇസ്രായേലിനെ സംബന്ധിച്ചപ്പോൾ ആവശ്യം ബന്ദികൾ തന്നെയാണ്. കാരണം നാട്ടിൽ അത്രയധികം പ്രതിഷേധമാണല്ലോ. അത് നെതന്യാഹുവിന് മനസ്സിലായില്ലെങ്കിലും ട്രംപിന് മനസ്സിലായി. കാരണം ഇസ്രായേലിൽ തന്നെ 2 വിഭാഗം ആൾക്കാരായിരിക്കുകയാണ്. ഭരണകൂടത്തിനെതിരായിട്ട്
പബ്ലിക് സാധാരണക്കാർ മുഴുവൻ തിരിഞ്ഞിരിക്കുകയാണ്. ഈ ബന്ദി വേണം, ബന്ദികളെല്ലാം തിരിച്ച് കിട്ടിയെങ്കിൽ അവരൊക്കെ ബന്ധുക്കാരും ഒക്കെയാണ്, അല്ലെങ്കിൽ തന്നെ അവർക്ക് യുദ്ധത്തോട് താല്പര്യമില്ല, സമാധാനമായിട്ട് കഴിയാമെന്ന് ഓർത്താൽ ഇസ്രായേലിലേക്ക് പോയത്. അതില്ലായ്മയായി. ഇനി ലോകത്തെങ്ങും പോകാനും മാർഗ്ഗമില്ല. അതുകൊണ്ട് ഇവർക്ക് ഈ ജൂതന്മാർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയമാണ്. കാരണം സേഫല്ല, ജൂതന്മാർ ലോകത്തൊരിടത്തും ഒരു സേഫ് ഇല്ലല്ലോ. എപ്പോൾ വേണേലും അവിടുത്തെ ആൾക്കാർ തിരിയാം. കാരണം ഭരണകൂടം പോലും ഇവർക്കൊപ്പം നിൽക്കില്ലല്ലോ ഒരു ഭരണകൂടവും. പബ്ലിക് അവിടെയുള്ള ആൾക്കാർ കൈവച്ച് കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോകുമല്ല, വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഈ ജൂതർ ലോകത്തുള്ളതെല്ലാം വിറ്റ് പെറുക്കി, അവരുടെ സ്വത്തും മുതലും എല്ലാം വിറ്റ് പെറുക്കി അവർ ഇസ്രായേലിൽ തന്നെ വന്ന് കൂടുന്നത്, ഒരിടത്തോട്ട് കൂടുക. ഇനി അമേരിക്കയിലാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോളണ്ടിലും ഒക്കെ ആണെങ്കിൽ തന്നെ അവരൊരു പ്രത്യേക വിഭാഗമായിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഇവർക്ക് ഈ മതപരമായ ആചാരങ്ങളും വിശ്വാസങ്ങളും വളരെ കൂടുതലാണ്, മുസ്ലിങ്ങളെപ്പോലെ തന്നെ വളരെ കൂടുതലാണ്. അപ്പോൾ അവർ സമാനമായിട്ട് ജീവിക്കണമെന്ന് ഓർത്താൽ ഇസ്രായേലിൽ വന്ന് കൂടിയത്. അത് ഇയാൾ സമ്മതിക്കല, ഇയാൾ കടത്തി ഉറക്കാൻ സമ്മതിക്കല്ലോ. എന്നും യുദ്ധമല്ലേ, ഇസ്രായേൽ എന്ന രാജ്യം തുടങ്ങിയ കാലം തൊട്ട് യുദ്ധമല്ലേ, പിന്നെ ഇവരെങ്ങനെ ഇപ്പോൾ സമാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്? അങ്ങനെയുള്ള ഒരാളെ എടുത്ത് ദൂരെ കളയാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഒരു ഇലക്ഷൻ ഉണ്ടെങ്കിൽ എടുത്ത് കളയാൻ പറ്റുന്നുള്ളൂ. ഇലക്ഷൻ വരും, അടുത്ത് തന്നെ ഉണ്ടാവും. യുദ്ധം കഴിഞ്ഞാൽ ഇലക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടി ഇയാളെ പിടിച്ച് ഇറക്കി വിടണം. അങ്ങനെ സംഭവിക്കാനും സാധ്യത. അട്ടിമറി ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അട്ടിമറി സാധ്യത കുറവാണ്. കാരണം പട്ടാളം ഇവരൊക്കെ കീഴിലാണ്ട്, പ്രധാനമന്ത്രിയുടെ കീഴിലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ത്യ പോലെയൊക്കെ തന്നെയാണ്. എന്നാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഗസ മോചനം പ്രാപിക്കും, പലസ്തീൻ സ്വതന്ത്രമാവും എന്നൊക്കെ വിശ്വസിക്കാം. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്.